ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ന്യൂജൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന്. നമ്മുടെ വൈറൽ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടോ? ഐ എം സൂരജ് സുരേഷ്, എ 16-year-old boy and CEO of GazeGuard Private Limited. My first product is a button camera which will be a smart companion for blinds. I have so many projects in my mind. I am sure the next research topic of GazeGuard will be this, and I want you as the first user also. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു മേഖലയിലാണ് ആളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കി. ആളൊരു പുലിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മിടുക്കൻ. ഇനി ആളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ മുതിർന്നവരിൽ നിന്നും ഇപ്പം ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് ജോസ് എന്നാണ്. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് തന്നെ ശരിക്കും ഈ അസിസ്റ്റീവ് ഡിവൈസിലാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ അദ്ദേഹവും സപ്പോർട്ട് ചെയ്യാമെന്ന് മെസ്സേജ് ഇട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വ്യക്തികളും ഈ ഒരു ആശയം നടത്തിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ പല +2 സ്റ്റുഡൻസും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരുടെ കരിയർ ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിവിടെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹഗ് സീരീസിൻ്റെ HUG ഹഗ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഹഗ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് യുണീക്നെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മുടെ കണ്ടൻറ്റ് എത്ര നല്ലതാണെങ്കിലും അത് ആൾക്കാരിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഈ ഒരു ആശയം ഇവിടെ നടപ്പാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റ് ചെയ്യണം, പ്ലസ് ഇത് ആവശ്യമുള്ളതിലേക്ക് ഒന്ന് വേഗം ഷെയർ ചെയ്യണം. അത് ഇപ്പം തന്നെ ഓർത്തോണേ, അല്ലെങ്കിൽ വിട്ടുപോകും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആശയം നടത്തണമെങ്കിൽ നമ്മുടെ ന്യൂജൻ്റെ യുണീക്നെസ്സിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ യുണീക്നെസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. യുണീക്നെസ്സിനെ കുറിച്ച് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ വാചകമുണ്ട്, എല്ലാവരും തന്നെ യുണീക്കായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ ഈ സമൂഹം അവരെ മറ്റുള്ളവരെ പോലെ ആക്കുന്നു. അതാണ് നമ്മുടെ യുവാക്കൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് APJ സാർ പറഞ്ഞ അതേ കാര്യം ഇപ്പോഴും ഇവിടെ സംഭവിക്കുന്ന സെയിം തന്നെയാണ്. നമ്മൾ യുണീക്കായിട്ട് വന്നെങ്കിലും എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാണ്? ഗവൺമെൻറ് ജോബിലേക്കും അല്ലെങ്കിൽ നാട് വിടുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എങ്ങനെ നമുക്ക് യുണീക്നെസ് കണ്ടെത്താം, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം? എന്താണ് യുണീക്നെസ് മനസ്സിലാക്കാൻ സിമ്പിളായിട്ടൊരു സംഭവം പറയാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും യുണീക്കാണെന്ന്. നിങ്ങൾക്ക് ട്രിപ്ലെറ്റ്സ് മക്കളുണ്ടെന്ന് വിചാരിക്കുക. ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മക്കളുണ്ടെങ്കിൽ ഇരട്ടാന്ന് പറയും, 3 എന്താ മുരട്ടാന്നല്ല, ട്രിപ്ലെറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ ട്രിപ്ലെറ്റ്സ് ആയിട്ടുള്ള മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവർക്ക് ഒരേ ടാസ്ക് കൊടുത്താൽ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുക്കുക. 3 പേർക്കും ഒരേപോലത്തെ പേപ്പർ കൊടുക്കുക, ഒരേപോലത്തെ സ്കെച്ച് കൊടുക്കുക, എന്നിട്ട് വരയ്ക്കാൻ പറയുക. ഒരു റോസ് ഫ്ലവറും 2 ഇലയും ഒരു തണ്ടൂടെ കൂടി വരയ്ക്കാൻ പറയുക. ഈ 3 പേരും വരച്ച് കഴിയുമ്പോൾ ചിത്രങ്ങൾ ഒരുപോലെ ആയിരിക്കുമോ? അല്ല, 3 ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ 3 പേരുടെയും ചായ ഉണ്ടാക്കാൻ പറയുക. പാൽ കൊടുക്കുക, പഞ്ചസാര കൊടുക്കുക, തേയില കൊടുക്കുക, ഒരേ ക്വാണ്ടിറ്റിയിലുള്ള സാധനം കൊടുത്തു കൊടുക്കുക. പക്ഷേ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ 3നും 3 ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവരൊരു കഥ എഴുതാൻ പറയുക. 4 കഥാപാത്രങ്ങളെ കൊടുക്കുക, അച്ഛൻ, അമ്മ, 2 മക്കൾ. ഇത് വെച്ചൊരു കഥ എഴുതാൻ പറയുക. 3 പേരുടെയും കഥ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കുമോ? ഉറപ്പായിട്ടും 3 കഥയും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഈ 3ലും അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടേതായ ഒരു കൈപുണ്യം ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യുണീക്നെസ്. ഈ ലോകത്ത് 700 കോടിയിലധികം ആൾക്കാരുണ്ടെങ്കിൽ അത്രയും പേര് യുണീക്ക് തന്നെയാണ്. ഇന്ത്യയിൽ 140 കോടിയിലധികം ആൾക്കാരുണ്ടെങ്കിൽ 140 കോടിയിലധികം യുണീക്കായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ രീതിയിലുള്ള കഥകളുള്ള സിനിമ കാണാനാണോ? അല്ല, എല്ലാം വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ വെറൈറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ കുട്ടിയുടെയും യുണീക്നെസ്സിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങളെപ്പോലെ ഒരാൾ ഇതുവരെ ഈ ലോകത്തുണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നുമില്ല. നമ്മൾ റെറ്റിനെ വെച്ചിട്ടും കൈയുടെ ഫിംഗറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഉദാഹരണം പറയാനുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യുണീക്നെസ് എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടി. എല്ലാവരും തന്നെ അവരുടെ മക്കളെ ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ യുണീക്നെസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും പലരും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. നമ്മുടെ ബേസിക് എഡ്യൂക്കേഷന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 10 അല്ലെ +2 ശേഷം തുടർന്ന് പഠിക്കുമ്പോഴും ഈ യുണീക്നെസ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നുണ്ട്, അവസരം കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം കോട്ടയത്ത് തന്നെ പ്രമുഖമായ ഒരു നേഴ്സിംഗ് കോളേജിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അന്ന് അവിടെ ക്ലാസ് എടുത്തപ്പോൾ 100 കുട്ടികളുണ്ട്, 2 ബാച്ചിലൂടെ കൂടി 100 കുട്ടികളുണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇതിനകത്ത് എത്ര പേരാണ് പാഷനേറ്റായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ വന്നവർ? അതിൻ്റെ അകത്ത് എത്ര പേര് കൈപ്പൊക്കിയെന്നറിയോ? 2 പേര്. ബാക്കി 98 പേരും പറഞ്ഞത് എന്തുകൊണ്ട് നേഴ്സിങ്ങിന് വന്നു? പൈസ ഉണ്ടാക്കാൻ. സാറേ, പെട്ടെന്ന് ജോലി കിട്ടാനും രക്ഷപ്പെടാനും ഏറ്റവും നല്ല മാർഗ്ഗം നേഴ്സിംഗ് ആണ് എന്നുള്ളത്. ബാക്കി 2 പേരിൽ ഒരു കുട്ടി അതിൻ്റെ മുത്തശ്ശിയെ ഒരു നേഴ്സ് കെയർ ചെയ്യുന്ന കണ്ടപ്പോഴും രണ്ടാമത്തെ കുട്ടി അതിൻ്റെ അമ്മ പ്രോപ്പറായിട്ട് കെയർ കിട്ടാതെ മരണപ്പെടുകയോ അങ്ങനെ എന്തോ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ 2 പേർക്കും നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനോട് ഭയങ്കരമായ ഒരു താല്പര്യമുള്ളതുകൊണ്ട് അത് എടുക്കണമെന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 98 പേര് അവരുടെ പാഷനേറ്റ് ആയിട്ട് മേഖലയിലോ യുണീക്നെസ് ഉള്ള മേഖലയിലൊന്നും അല്ല കരിയർ ബിൽഡ് ചെയ്യുന്നത്. ഇത് ഇപ്പോഴും ഇവിടെ സംഭവിക്കാൻ കാരണം മുതിർന്നവർ പഠിപ്പിക്കാൻ വിടുമ്പോൾ, +2 ശേഷം പഠിപ്പിക്കാൻ വിടുമ്പോഴും ഈ പാഷനോ യുണീക്നെസ്സോ നോക്കുന്നില്ല എന്നുകൊണ്ടല്ലേ? അപ്പോൾ ഈ യുണീക്നെസ് കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ 2 കാര്യവും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം യുണീക്നെസ്സിലേക്ക് നമുക്ക് ഡെപ്തിൽ പോകാൻ. ആ 2 കാര്യങ്ങൾ, 1 പാഷൻ, 2 പർപ്പസ്.
പാഷനും പർപ്പസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പാഷൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം കിട്ടുവാനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പർപ്പസ് എന്നുള്ളത് വാട്ട് വി ആർ ഡൂയിങ് ടു ദ സൊസൈറ്റി, ഈ ലോകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ എൻ്റെ പാഷനാണ്. അത് ഞാൻ ചെയ്യും തോറും എനിക്ക് ആവേശം കൂടുന്ന, സന്തോഷം കൂടുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ പർപ്പസ് എന്നുള്ളത്, ആ പർപ്പസ് മറ്റുള്ളവർക്ക് വാല്യൂ ആഡ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. പാഷൻ എന്നുള്ളത് എത്ര വേണേലും ആകാം. പാഷൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാം, ഇടയ്ക്കത് മാറുകയും ചെയ്യാം. പക്ഷേ പർപ്പസ് എന്നുള്ളത്, അൾട്ടിമേറ്റ് ലൈഫ് പർപ്പസ് എന്നുള്ളത് ഒറ്റൊരു കാര്യം ഉണ്ടാകുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തായിരിക്കും. വൈ വി ആർ ഡൂയിങ് ദാറ്റ്, ആ ഒരു ഭാഗമാണ് പർപ്പസ്. അപ്പം ഈ പാഷനും പർപ്പസും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പലപ്പോഴും പലയിടത്തും വരുന്നൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ അത് കണ്ടെത്താനുള്ള കുറച്ച് സയൻറ്റിഫിക് മെത്തേഡ് തന്നെയുണ്ട്. അതൊക്കെ കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്തവണ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ടത് നമ്മുടെ പാഷൻ എന്താണ്, നമുക്ക് ആ പാഷനിൽ നിന്ന് എങ്ങനെ യുണീക്ക്നെസ് കണ്ടെത്തിയെടുക്കാം. നിങ്ങൾക്ക് പാഷനേറ്റായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ചെയ്യും തോറും നമുക്ക് ഇഷ്ടം തോന്നുന്ന, അതിനൊരിക്കലും മുഷിപ്പ് തോന്നാത്ത, മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാനൊരു കഴിവുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് ഡ്രൈവിംഗ് പാഷനായിരിക്കും, പാട്ട് പാടുക എന്നുള്ള പാഷനായിരിക്കാം, ഫുട്ബോൾ പാഷനായിരിക്കാം, ചിലപ്പോൾ ബോട്ടിൽ ആർട്ട് പാഷനായിരിക്കും. ഇപ്പോൾ എൻ്റെ വൈഫിനൊക്കെ ഡാൻസ് ഭയങ്കര പാഷനാണ്. അങ്ങനെ ഓരോരോ സംഭവങ്ങളും പാഷനായിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തിക്കുക. ഈ പാഷൻ്റെ അകത്ത് യുണീക്നെസ് എന്നുള്ളൊരു പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ മെയിൻ പാഷനാണ് ട്രെയിനിങ്, കോച്ചിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, ആദ്യം അത്ര താല്പര്യമുള്ള സംഭവമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അതെനിക്ക് ഭയങ്കര പാഷനേറ്റുള്ള കാര്യം. കാരണം നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് അതിന് തരുന്നൊരു മറുപടി ഉണ്ടല്ലോ, ഇത് തുടർന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് പാഷനായി മാറിയിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ വീഡിയോ എഡിറ്റിങ്ങിലെ യുണീക്നെസ് ഡിഫറൻസ് എൻ്റെയും വിഘ്നേഷിൻ്റെയും വെച്ചുകൊണ്ടൊരു ഉദാഹരണം പറയാം. ഈ വിഘ്നേഷ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാഷനേറ്റാണ്. ഒപ്പം തന്നെ വിഘ്നേഷിൻ്റെ ഒരു യുണീക്നെസ് നല്ല ക്ഷമയാണ്. ഒരു വീഡിയോ ചെയ്താൽ അത് കംപ്ലീറ്റ് ആവുന്നോളം വരെ ഇരുന്ന് അത് എത്ര സമയം എടുത്താലും ശരി, ആ ആഗ്രഹിക്കുന്ന രീതിയിൽ ഔട്ട്കം എത്തിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് വിഘ്നേഷ് ഇടും. അതാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റിയിലുണ്ടായ ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ്. എന്നാൽ എൻ്റെ കാര്യത്തിൽ എനിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ക്ഷമയില്ല. കുറച്ച് സമയം ഇരുന്ന് അത് ശരിയായില്ല, ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് പോകും. പിന്നെ എന്നിട്ട് കുറച്ചുകൂടെ ഏറെ സമയം ഇരുന്നായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ലോക്നാഥിൻ്റെ ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തത്. അത് ചില വീഡിയോസൊക്കെ 2 ആഴ്ചയൊക്കെ ഇരുന്നിട്ടാണ് ആ 7 മിനിറ്റ് വീഡിയോ റിലീസ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. അറ്റ് ദ സെയിം ടൈം ഈ ലാസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ഇല്ലേ, 5ാം ബർത്ത്ഡേയുടെ, അത് ചെയ്ത് വിഘ്നേഷാണ്. വിഘ്നേഷ് ഒരു ദിവസമല്ലേ വിഘ്നേഷ് എടുത്തിട്ടുള്ളൂ. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിഘ്നേഷിന് ഒരു ദിവസം എടുത്തിട്ടുള്ളൂ. കാരണം വിഘ്നേഷിന് ആ യുണീക്നെസ് ഉണ്ട്. ഈ എഡിറ്റിങ്ങിലെ വിഘ്നേഷിൻ്റെ യുണീക്നെസ് ആണ് ക്ഷമയോടുകൂടി ആ കാര്യം ചെയ്യുക എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യമുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പാഷനാണ്, വിഘ്നേഷിന് ഡ്രൈവിംഗ് പാഷനാണ്. പക്ഷേ വിഘ്നേഷ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് വട്ടം ചാടിയാൽ, അല്ലെങ്കിൽ വണ്ടിയൊക്കെ അല്പം ഡിലേ ആയാൽ പെട്ടെന്ന് വിഘ്നേഷ് റൈസ് ആകും. പെട്ടെന്ന് ദേഷ്യപ്പെട്ടുണ്ട്, ഇവർ എന്നെ കിടന്ന് കാണിക്കുന്നത്, വണ്ടി എടുത്തുകൊണ്ട് പോകാൻ മേലെ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്, ഓടിക്കറിയാൻ മേലെ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ബഹളം വെക്കും. ആ സമയത്ത് ഞാൻ ആ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ അവിടെ റിലാക്സ് ആണ്, കൂളാണ്. അവിടെ എനിക്ക് നല്ല ക്ഷമയാണ്. കാരണം ഞാൻ അപ്പോൾ ചിന്തിക്കുന്നത് അവർ ചിലപ്പോൾ അവർക്ക് ഡയബറ്റിക് ഉള്ളവരായിരിക്കാം, എന്തെങ്കിലും പ്രഷറോ കൊളസ്ട്രോളോ അസുഖങ്ങളൊക്കെ ഉള്ള പ്രായമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ വണ്ടി ഓഫായി പോയതോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിർത്തിയതൊക്കെ. സാരില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചിന്തിക്കും. ഓർത്തോ, എനിക്ക് 2 കാര്യങ്ങൾ. വീഡിയോ എഡിറ്റിങ്ങിൽ എനിക്ക് ക്ഷമയില്ല, വിഘ്നേഷിന് ഭയങ്കര ക്ഷമയാണ്. ഡ്രൈവിങ്ങിൽ എനിക്ക് നല്ല ക്ഷമയാണ്, വിഘ്നേഷിന് ക്ഷമയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയിൽ ചില കാര്യത്തിൽ നിങ്ങൾക്ക് യുണീക്കായ ഒരു കഴിവുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഇന്ന കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അറ്റം കാണുന്നിടം വരെ, അത് ഫിനിഷ് ചെയ്യുന്നിടം വരെ വേറെ ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമ്മളത് ചെയ്ത് വേറെ തരത്തിലേക്ക് എത്തിക്കാനൊരു കഴിവ് നിങ്ങൾക്കില്ലേ? ആ കഴിവിനെ, ആ യുണീക്നെസ്സിനെ നിങ്ങൾക്ക് പ്രൊഫഷനാക്കാൻ പറ്റുമോ? അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത്തരത്തിലൊരു മാറ്റമാണ് നമ്മുടെ യുവാക്കൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതിവിടെ സാധ്യവുമാണ്. എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം.